MS ധോണി തന്നെയാണ് ഇപ്പോഴും ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ എന്ന് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്ക്. IPL എന്നല്ല, ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാനും ക്യാപ്റ്റനുമാണ് അദ്ദേഹമെന്ന് ക്ലാർക്ക് ചൂണ്ടിക്കാട്ടി. ജിയോ ഹോട്ട്സ്റ്റാറിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചെന്നൈ ക്യാപ്റ്റനായി ധോണി തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ക്ലാർക്കിന്റെ പരാമർശം. ഇപ്പോഴും ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം. അതിനാൽ അദ്ദേഹം ഇതിനകം തന്നെ തന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവും നായക പാഠവും ചെന്നൈ ടീമിനായി സംഭാവന ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് അല്പം റൺസ് നേടാൻ കൂടി കഴിയുമെങ്കിൽ അതൊരു ബോണസ് ആണ്. അദ്ദേഹം വളരെ നന്നായി ബാറ്റ് ചെയ്യുന്നതായി തോന്നുന്നുവെന്നും ക്ലാർക്ക് പറഞ്ഞു. ധോണി എവിടെ കളിച്ചാലും എപ്പോഴും ഒരു നേതാവാണ് എന്നും, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി നായകനായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ സ്ഥാനം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിന് 2 വർഷത്തിന് ശേഷമാണിത് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രതീക്ഷകളും സൂക്ഷ്മ പരിശോധനയും എക്കാലത്തേക്കാളും ഉയർന്നതായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സീസണിൽ ബാറ്റിംഗിൽ അത്ര മികച്ച പ്രകടനം നടത്താൻ ധോണിക്കായിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓർഡറും ഈ സീസണിൽ വിമർശിക്കപ്പെട്ടിരുന്നു. പിന്നാലെ പഞ്ചാബ് കിങ്സിനെതിരായ അവസാന മത്സരത്തിൽ ധോണി 5ാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി. പക്ഷേ അപ്പോഴേക്കും ആവശ്യമായ റേറ്റ് ഓവറിൽ 17 റൺസിലെത്തിയിരുന്നു. ധോണി നേടിയ 12 പന്തിൽ 27 റൺസ് ജയത്തിന് മതിയാവുന്നില്ല. വേസ് ബോർഡിന് മുകളിൽ ഒരു നോ ബോൾ ഉണ്ടായിരുന്നു. അത് റിവ്യൂവിന് പോയി. പക്ഷെ അതിനെ ഫെയർ ബോൾ എന്ന് വിളിച്ചു. അത് അരയ്ക്കൊരു നോ ബോൾ ആയി തുടരുകയും പിന്നീട് ധോണി ഫ്രീ ഹിറ്റിൽ നിന്നും ഒരു ബൗണ്ടറി അടിക്കുകയും ചെയ്താൽ ഫലം വളരെ വ്യത്യസ്തമാകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. വിജയത്തിൽ നിന്ന് ഒരു പന്ത് മാത്രം അകലെയായിരുന്നു അത് എന്നും ക്ലാർക്ക് പറഞ്ഞു. അതേസമയം രോഹിത് ശർമ്മയെയും ക്ലാർക്ക് പിന്തുണച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കഴിഞ്ഞ 9 വർഷത്തിനിടെ ഒരു തവണ മാത്രമേ 400 റൺസ് കടന്നിട്ടുള്ളൂ. മുംബൈ ഇന്ത്യൻസിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മ ഈ സീസണിൽ ഇതുവരെയുള്ള 4 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. എന്നാൽ രോഹിത് ഒരു സമ്പൂർണ്ണ സൂപ്പർ സ്റ്റാർ ആണെന്ന് താൻ കരുതുന്നതെന്നും ക്ലാർക്ക് പറഞ്ഞു. സെഞ്ചുറി നേടുന്നത് സമയത്തിന്റെ കാര്യം മാത്രമാണ്. അദ്ദേഹം ഒരു മാന്യമായ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുകയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു 40 ആകാം, 60 ആകാം. രോഹിത് ഫോമിലായ നിലവിലെ ഘട്ടം കടന്നുപോകുമെന്ന് കരുതുന്നുവെന്നും ക്ലാർക്ക് പറഞ്ഞു. രോഹിത്തിന്റെ ഫോമിനെ കുറിച്ച് തനിക്ക് വലിയ ആശങ്കയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ താരങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ പിന്തുണ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.